ഷംനിയോ നമുക്കിന്ന് 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? അതിനൊരു 250 റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ റവ എടുത്ത് അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിയെടുക്കാം. ഇത് 20 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ കേട്ടോ. ഇതൊക്കെ നമ്മളിതാ 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ 20 മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇതൊക്കെ നമ്മൾ തൈരും ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കാണിക്കാൻ മറന്നതാണ്. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല. ഇതെല്ലാം പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ നമ്മൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങാൻ വെച്ചത് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ വട ഉണ്ടാക്കാൻ പോവാം കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാരണം നല്ല ലോ ഫ്ലെയിമിൽ ഇടണം, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുള്ള സൈഡ് ഡിഷാട്ടോ. നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറുള്ളി, ഒരു പച്ചമുളക് കേട്ടോ. ആ ചമ്മന്തിക്ക് ഇതാ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടോ. ചമ്മന്തി ഇവിടെ റെഡിയായി. നമ്മൾ റവ വട ഇവിടെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.